എങ്ങനെയുണ്ട് ഫോട്ടോകളൊക്കെ? ഫോട്ടോകളൊക്കെ ഡീസന്റ് ആയിട്ടുണ്ട്. അതായത് ഇത് എത്ര നാളായി വരച്ചുകൊണ്ടിരിക്കുന്നത്? വരച്ചിട്ട് 40 വർഷം തുടർച്ചയായി വരച്ചു. രാത്രി നേരങ്ങളിൽ വരയ്ക്കാറ്. അത് ചിമ്മിണി വിളക്കുമ്പല. അതായത് അന്ന് മേശ, കസേര, ചൂള്, തിണ്ണ ഒന്നുമില്ല. ആ കാലഘട്ടത്തില് പായ നീർത്തിയിട്ട് മുക്കാലി, അതായത് മുട്ടിപ്പല ഇട്ട് അതിന്മേ പേപ്പർ ഇട്ട് കമിഴ്ന്ന് കിടന്നാണ് വരച്ചുള്ളത്. മുഴുവൻ ചിമ്മിണി ഇളക്കുമ്പോഴ. ചിമ്മിണി കെട്ടാ തീപ്പെട്ടിട്ട്, തീപ്പെട്ടി ഉണ്ടായ ചിമ്മിണിയിൽ മണ്ണെണ്ണയിട്ട്. ഇതെല്ലാം ശരിയായി വന്നാലോ വേറെ ഓലപ്പരയാണ് ചോർന്നു. അപ്പൊ അത് ചുരുക്കണം. പിന്നെ ഈ വരച്ച പടങ്ങൾ വെക്കാനായിട്ട് ഒരു സ്ഥലമില്ല. ചുമരിന്റെ അകത്തൊരു മൂലക്കിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അത് ചെതില് കയറി. എന്തോ ഭാഗ്യത്തിന് അനവധി പേപ്പറുകൾ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചുരുട്ടിയ കാരണം പേപ്പർ മുതലേ ചെതില് വന്നു. ചിത്രം യാതൊരു കേടും വന്നില്ല. പിന്നെ ഈ പടം മുഴുവൻ വരച്ചത് വിൻസർ ന്യൂട്ടൺ പെയിന്റ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ട്യൂബ് വാട്ടർ കളർ മുഴുവനും. അത് കെന്റ് പേപ്പർ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടാണ് ആ പേപ്പർ. ഒരു ഷീറ്റിന് അന്ന് കാലത്ത് 40 രൂപയാണ്. ആ പേപ്പർ മേടിച്ച് 4 കഷ്ണാക്കിയിട്ട് ഓരോ കഷ്ണത്തിലും വരച്ചിട്ടുണ്ട്. 7 സ്ഥലത്ത് ഇത് പ്രദർശനം നടത്തിയിട്ടുണ്ട്. 5000 ചിത്രം വരച്ചിട്ടുണ്ട്. 5000 ചിത്രം 7 സ്ഥലത്ത്. 2 പ്രാവശ്യം കന്യാസ്ത്രീകൾ LP സ്കൂളിൽ, 2 പ്രാവശ്യം ബോയ്സ് LP സ്കൂളിൽ, 2 പ്രാവശ്യം ഗവൺമെന്റ് UP സ്കൂൾ ഗുരുവായൂർ കിഴക്കേ നടക്കുന്നത്. പിന്നെ ഞാൻ പെൻഷൻ പറ്റി പോരുമ്പോൾ 1994 സ്കൂളിൽ അന്നത്തെ ഇത് ഉദ്ഘാടനം ഞാൻ പഠിപ്പിച്ചതിൻ്റെ ശിഷ്യൻ മരിച്ചുപോയ പവിത്രൻ, സിനിമ സംവിധായകൻ പവിത്രനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഏറ്റവും ആദ്യം ഈ പടങ്ങളെല്ലാം ഗേൾസ് LP സ്കൂളിൽ വെച്ച് കോൺവെന്റിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കോവലൻ ആയിരുന്നു. പിന്നെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, പൂതൂർ ഉണ്ണികൃഷ്ണൻ, ഇവരൊക്കെയാണ് പിന്നീട് ഈ ചിത്ര പ്രദർശനം നടത്തിയിട്ടുള്ളത്. സ്വർണ്ണ മെഡല് ഗുരുവായൂര് സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ പ്രകർഷ തിയേറ്റേഴ്സിന്റെ വക, ആ കലാസമിതിയുടെ വക ഗോൾഡൻ മെഡൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മലയാള മനോരമയുടെ 1001 ഉറുപ്പിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനു പുറമെ വടുക്കമ്പാട് തിരുമേനിയുടെ വക പൊന്നട, അതുപോലെ പലരുടെയും വിവിധ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അനവധി ആൾക്കാർ ഈ ചിത്രത്തിനെ അഭിനന്ദിച്ചും കത്ത് മുഖാന്തരയും നേരിട്ട് വന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. കൂടാതെ മലയാള മനോരമ, മാതൃഭൂമി, എക്സ്പ്രസ്, ദീപിക, കേരള കൗമുദി, രാഷ്ട്രദീപിക ഇത്യാദി പേപ്പറിലെല്ലാം പലവട്ടം 5, 6, 7 പ്രാവശ്യം പത്രമുഖേന ഈ പടങ്ങളും അതുപോലെ ചിത്രങ്ങളും പടങ്ങളും ഞാൻ ഇരുന്ന് വരയ്ക്കണ ഭാഗങ്ങൾ, എന്നെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഈ പത്രക്കാരെല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി എൻ്റെ 70ാം പിറന്നാള് ഈ വരുന്ന മെയ് പകുതിയോടുകൂടി വരാൻ പോവുകയാണ്. അന്ന് ഒരു അനുസ്മരണ യോഗവും അതിനോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു 500 ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ആള് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, അസിസ്റ്റന്റ് എഡിറ്റർ മലയാള മനോരമ റിട്ടയർഡ്. പിന്നെ കണ്ടാൻശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN സുഗദേവൻ, അവരാണ് പിന്നത്താണ്. പിന്നെ അതുപോലെ വടുക്കമ്പാട് തിരുമേനി, അതുപോലെ EA ജോസ് മാഷ്, റിട്ടയർഡ് ഹെഡ് മാഷ്, അതുപോലെ KP ചന്ദ്രാംഗതൻ, മുൻ മറ്റും സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഇങ്ങനെയുള്ളവരാണ് ഇതിനൊക്കെ ഉത്സാഹിക്കുന്നത്. പിന്നെ പോരാത്തതിന് EA തോമസ് മാഷ്, റിട്ടയർഡ് സെന്റ് ജോസഫ്സ് സ്കൂള് പാവർട്ടി ഗൊമേന്ത, ആ മാറ്റാണ് പിന്നൊരാൾ. ഇങ്ങനെ വിവിധ തുറയിലുള്ള ആൾക്കാരുടെ അനവധി സമ്മാനങ്ങളും അതിനും പുറമെ അവരുടെ അഭിനന്ദനങ്ങളും പലരും അഭിനന്ദിച്ച് പറയുകയും പത്രമുഖേന